വളരെ ആലോചിച്ചിട്ട് വേണം പൃഥ്വി അറസ്റ്റ് ചെയ്യാൻ. എല്ലാ തെളിവുകളും നമ്മളുടെ കയ്യിലില്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോകും. അതോടെ നമ്മളെ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും. മേനോനും നാടുവിടും. ശരിയാണ് സർ. പൃഥ്വിയാണ് എക്സ് എന്നതിന് ഡ്രൈവറുടെ മൊഴി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, അവനെ സൂക്ഷിച്ച് വേണം അറസ്റ്റ് ചെയ്യാനാണ്. അഷിമോളുടെ വയറ്റിൽ വളർന്നത് ഇന്ദ്രപ്രസ്ഥത്തിലെ പൃഥ്വിയുടെ കുഞ്ഞാ. അതാണ് അവിടുത്തെ അടുത്ത തലമുറ. ദുർഗയുടെ വയറ്റിൽ വളരുന്നതേ ഊരും പേരും ഇല്ലാത്ത തന്തയും തള്ളയും ഇല്ലാത്ത ഒരുത്തന്റെ കുഞ്ഞാ. ആ വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ഗിരിജ പറഞ്ഞത് നേരാ. അപ്പൊ അഷിമോളെ തന്നെ അവിടെയുള്ളവര് പരിഗണിക്കൂ. അത് മതി എനിക്ക്. എന്റെ ദേവി, എന്റെ മോളുടെ സങ്കടങ്ങൾക്ക് ഒരവസാനം ഉണ്ടാവാൻ ഇതൊരു കാരണമാവണേ. അവരാശുപത്രി ചെല്ലുമ്പോ അഷിമോള് ഗർഭിണിയാണെന്ന് ഡോക്ടർ പറയണേ. അതങ്ങനെ പറയൂ. ഇത് കൺഫേം ആണ്. നാത്തും ധൈര്യമായിട്ടിരിക്കെ. അമ്മേ മഹാമയേ, ഈശ്വര. ആ മോനെ, അഷി എവിടെ? ബാത്റൂമില്ല. ആ മോളെ, മോളെ. താനിത് റെഡിയായില്ലേ? ആ മോളെ വാ വാ വാ. ദേ, മോക്ക് വേണ്ടി ഞാൻ ചൂട് പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? ക്ഷീണമൊക്കെ മാറിയോ? കുഴപ്പമില്ലമ്മേ. താങ്ക് യു അച്ഛാ. മോളു, കൺഗ്രാറ്റുലേഷൻസ്. ഒരു എല്ലാ വിവരവും പറഞ്ഞു കേട്ടപ്പോ ഒരുപാട് സന്തോഷമായി. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ തുടങ്ങുമായിരുന്നു. ഡോക്ടറെ കണ്ടിട്ടൊന്ന് കൺഫേം ചെയ്യാന്ന് കരുതി. അത് നന്നായി. ഇനിയെല്ലാം ഡോക്ടറുടെ നിർദ്ദേശം പോലെ ചെയ്യണമല്ലോ. ഇപ്പോഴേ കുഞ്ഞിനെ കുറിച്ചൊന്നും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ലായിരുന്നു. അതൊന്നും സാരമില്ല. കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹമാണ്. എത്രയോ ആളുകൾ കുഞ്ഞുങ്ങളില്ലാതെ പ്രാർത്ഥനയും വഴിപാടുമായി ജീവിക്കുന്നു. അതെ, ഈശ്വരൻ എന്ന ഭാഗ്യത്തെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുക. അല്ലാതെ മറിച്ച് ആലോചിക്കാൻ പോലും പാടില്ല മോളെ. മോൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാൽ മതി. പിന്നെ ശരീരം അധികം ഇളക്കൊന്നും വേണ്ട. അമ്മ എന്തിനാ ഇപ്പോഴേ ഇതൊക്കെ പറയുന്നത്? കൺഫേം ആയിട്ടില്ലല്ലോ. ആദ്യം ഒരു പോയി ഡോക്ടറെ കാണട്ടെ. എനിക്ക് ഉറപ്പാ, അഷിയുടെ വയറ്റില് നമ്മുടെ പേരക്കുട്ടിയുണ്ട്. ഈ കുഞ്ഞായിരിക്കും നമ്മുടെ ഐശ്വര്യം. ഈ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഭാവി അവകാശിയാണ് നമ്മുടെ ഈ പേരക്കുട്ടി. ഇനി അഥവാ അങ്ങനെയൊന്നും ഇല്ലെങ്കിലോ? ഇല്ലെങ്കിലും സങ്കടപ്പെടാനൊന്നും നിൽക്കണ്ട. ഇനിയും സമയമുണ്ടല്ലോ. ദൈവം തരുന്ന സമയത്ത് സന്തോഷത്തോടെ സ്വീകരിക്കണം. ഹോസ്പിറ്റലിലേക്ക് ഞാൻ കൂടെ വരട്ടെ പൃഥ്വി? അത് വേണ്ട അമ്മേ, ഞങ്ങൾ പോയിട്ട് വരാം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയല്ലോ. അത് മതി. പിന്നെ അധികം സ്പീഡിലൊന്നും പോണ്ട. നല്ല കെയർ വേണം. നീ ഒന്ന് സമാധാനിക്ക് ചന്ദ്രേ. അതൊക്കെ പൃഥ്വി ശ്രദ്ധിച്ചോളും. അശി വാ, വേഗം റെഡിയോ, പോണ്ടേ? ശരിയാ, ഇനി താമസിപ്പിക്കണ്ട. വേഗം റെഡിയായി ഇറങ്ങിക്കോ. വേഗം മോള് റെഡിയാവ. ഓക്കെ മോനെ. ശരി അച്ഛാ. സർ, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പൃഥ്വിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും തീരുമാനം എടുത്തോ? ഇല്ല സർ. എങ്കിൽ ജെഡിയും കിരണും എത്രയും പെട്ടെന്ന് വരണം. നമുക്കൊന്ന് നേരിട്ട് സംസാരിക്കാം. കാര്യങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ടൊരു തീരുമാനത്തിലെത്തിയാൽ മതി. ഓക്കെ സർ, ഉടനെ വരാം. ഓക്കെ, കഴിഞ്ഞ തവണ കണ്ട അതേ സ്ഥലത്ത് വെച്ച് കാണാം. ഞാൻ ഉടനെ എത്തിക്കൊള്ളാം. ഓക്കെ സർ. ഓക്കെ. കിരൺ, കിരൺ, കിരൺ. എന്താ?
ജോർജ് സാറ് വിളിച്ചിരുന്നു. വേഗം ഇറങ്ങണം, നമ്മളെ കാണണമെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് പറഞ്ഞോ? ഇല്ല, അതൊന്നും പറഞ്ഞില്ല. എപ്പോഴും കാണാറുള്ള സ്ഥലത്ത് വരാൻ പറഞ്ഞു. ശരി, ഞാനിപ്പോ റെഡിയായി വരാം. വാ. നാത്തൂൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ. അഷിതയുടെ കാര്യം കൺഫേം തന്നെയാണ്. എന്നാലും പൃഥ്വി അഷി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഇതുവരെ വിളിച്ചില്ലല്ലോ. അവര് പിള്ളേരല്ലേ നാത്തൂനെ. വിശേഷം അറിഞ്ഞ സന്തോഷത്തില് രണ്ടുപേരും നമ്മളെ വിളിക്കുന്ന കാര്യം മറന്നു കാണും. ഇനിയിപ്പോ അവര് വീട്ടിൽ ചെന്ന് സന്തോഷം എല്ലാവരോടും പറഞ്ഞിട്ടായിരിക്കും വിളിക്കുന്നത്. ശരിയാ, അങ്ങനെയായിരിക്കും ചെയ്യാ. അതെ, നമുക്കൊരു കാര്യം ചെയ്താലോ ഗിരിജെ? എന്താ നാത്തൂനെ? പിള്ളേര് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും സ്വീറ്റ്സ് ഒക്കെ വാങ്ങി നമുക്ക് അങ്ങോട്ട് പോയാലോ? പെട്ടെന്ന് നമ്മളെ കാണുമ്പോ അഷിക്കത് വലിയ സന്തോഷാവും. അത് ശരിയാ. ഇനിയിപ്പോ അഷിമോക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കണം ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ആ നാശം പിടിച്ച ദുർഗയും ഭർത്താവിനെയും ആ വീട്ടിൽ നിന്ന് പായിക്കുന്നതാ. അതാവും അഷിക്ക് ഏറ്റവും സന്തോഷം കൊടുക്കുന്ന കാര്യം. അതല്ലെങ്കിലും ചെയ്യണം നാത്തൂനെ. വിശേഷമുള്ള സമയത്ത് മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ. അല്ലാതെ ടെൻഷൻ കൊടുത്താൽ അത് അഷിയുടെ കുഞ്ഞിനെ കൂടി ബാധിക്കും. അതുകൊണ്ട് നാത്തൂൻ അമ്മയോടും ദേവേടിനോടും പറഞ്ഞ് ആ നാശങ്ങളെ ആ വീട്ടിൽ നിന്നും ഇറക്കണം. ഇനി എന്റെ മോളെ വേദനിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കറിയാം എന്താ വേണ്ടേന്ന്. അതെ, ആ പഴയ പവറിലേക്ക് നാത്തൂൻ തിരിച്ചു വരണം. ദുർഗയെ വരച്ച വരയിൽ നിർത്തി എല്ലാ കാര്യങ്ങളും നേടിയെടുത്ത നാത്തൂന് ആ പഴയ തന്ത്രങ്ങൾ വീണ്ടും പുറത്തെടുക്കണം. മനസ്സിലായി ഗിരിജെ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പുതിയ വസുമതിയായിരിക്കും. എന്തിനും ഞാൻ കൂടെ ഉണ്ടാവും, നാത്തൂന്റെ കൂടെ. അത് മതി. നമുക്ക് സമയം കളയാതെ വേഗം പോയി റെഡിയാവാം. പോകുന്ന വഴിക്ക് ബേക്കറി കയറി കുറച്ച് സ്വീറ്റ്സും വാങ്ങാം. നാത്തൂൻ വാ. വളരെ ആലോചിച്ചിട്ട് വേണം പൃഥ്വി അറസ്റ്റ് ചെയ്യാൻ. എല്ലാ തെളിവുകളും നമ്മളുടെ കയ്യിലില്ലെങ്കിൽ അവൻ രക്ഷപ്പെട്ടു പോകും. അതോടെ നമ്മളീ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും. മേനോനും നാടുവിടും. ശരിയാണ് സർ. പൃഥ്വിയാണ് എക്സ് എന്നതിന് ഡ്രൈവറുടെ മൊഴി മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. അവനെ സൂക്ഷിച്ച് വേണം അറസ്റ്റ് ചെയ്യാനാണ്. ഏതായാലും നിങ്ങളുടെ അന്വേഷണവും ഇന്ദ്രപ്രസ്ഥത്തിലെ നിങ്ങളുടെ താമസവും നമ്മുടെ അന്വേഷണത്തിന് ഒരുപാട് ഉപകാരപ്പെട്ടു. പൃഥ്വിയാണ് എക്സ് എന്ന് നമ്മൾ അറിഞ്ഞത് അതുകൊണ്ട് മാത്രമാണ്. ഇനി അധികം താമസിക്കാതെ തന്നെ പൃഥ്വിക്കെതിരെയുള്ള തെളിവുകൾ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് മേനോനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആ ഒരു ചിന്തയിലാണ് സാർ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആ ചിന്തകൾ ഉടനെ സത്യമാകും. മേനോനെ അറസ്റ്റ് ചെയ്ത് അയാൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്താൽ മാത്രമേ എനിക്ക് സമാധാനാവൂ. അത് ഞാൻ എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാ.